നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു ചിന്ത കാണുമായിരിക്കും, ഇവളെന്തിനാ എന്നും വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് കയറി കാണുന്നവർ കാണും കേട്ടോ, അവരോടായിട്ടാണ് പറയണേ. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീനയും മണിശങ്കറും കൃഷ്ണമോളും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് മണിശങ്കറാണ് ആ പ്ലാൻ പറയണേ. വൈജി ആൻറ്റി സത്യങ്ങളൊക്കെ അറിയണം, എങ്കിൽ മാത്രമേ അഹങ്കാരങ്ങളൊക്കെ മാറുള്ളൂ. അല്ലെങ്കിലോ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. ആൻറ്റിക്ക് അഹങ്കാരം മൂത്ത ആൻറ്റി ഒന്നെങ്കിൽ വേറെ എങ്ങോട്ടേലും മാറും. പിന്നെ അതുമാത്രമല്ല പല കാരണങ്ങൾക്കും വഴിയാകുകയും ചെയ്യും. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അത് പിന്നെ അമ്മ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ജീവിച്ചിരിക്കുമെന്ന് മനുവേട്ടന് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല അച്ഛനും അമ്മയും കൂടെ തമ്മിൽ പിന്നെ ഒരു ജീവിതം ഉണ്ടാവുമോ? അച്ഛൻ ഒരിക്കലും അമ്മയോടൊപ്പം ജീവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മണിശങ്കർ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനാ? നീ എന്ന് ആഗ്രഹിച്ചു നോക്കിയേ. നിന്റെ മനസ്സിൽ ഒരാഗ്രഹമില്ലേ, അമ്മ നിന്നെ തിരിച്ചറിയുന്ന ഒരു നിമിഷം, ആ ഒരു നിമിഷം നീ ആഗ്രഹിക്കണില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആരാ മനുവേട്ട ആഗ്രഹിക്കാത്തെ? ഞാൻ ഇവിടേക്ക് വരണ സമയത്ത് എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് ബ്രിജിത്താമ്മി പറഞ്ഞ സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന്. കണ്ടു കഴിയുമ്പം എനിക്ക് തോന്നി ചിലപ്പം സ്വന്തം ചോരയല്ലേ അമ്മ തിരിച്ചറിയുമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പോരാത്തനെ എന്നെ ഓരോ തവണയും അമ്മ നോവിക്കുന്ന സമയത്ത്, മാനസികമായിട്ട് നോവിക്കുന്ന സമയത്ത് അമ്മ അതിൽ ആനന്ദം കണ്ടെത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പിന്നെ എനിക്കതൊരു ശീലമായി. പിന്നെ ഏതൊരു മോളും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, ഒരമ്മയുടെ സ്നേഹം, പെറ്റമ്മയുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാ മനുവേട്ട ഉള്ളേന്ന് ചോദിച്ചു. മണിശങ്കർ പറഞ്ഞു, അതിനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് അച്ഛനോട് ചോദിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. അച്ഛൻ അനുമതി തരുവാണെങ്കിൽ മനുവേട്ടനോ ആര് വേണമെങ്കിലും അമ്മയോട് പോയി പറഞ്ഞോട്ടെ, ഞാൻ അമ്മയുടെ മോളാന്ന്. പക്ഷെ അച്ഛൻ്റെ അനുമതി വേണം. മനുവേട്ടൻ അറിയാലോ, ആകെപ്പാടെ തകർന്നു പോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം എല്ലാവരും. കാരണം ഈ പറയുന്ന അച്ഛനാണ് നഷ്ടപ്പെട്ടതെന്ന് മുഴുവന്. ബാക്കി എല്ലാവരുടെയും കാര്യമൊന്നും ഓർത്തേക്ക്, അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അച്ഛൻ്റെ ജീവിതം മാത്രം താരുന്ന അച്ഛൻ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും കരുതുന്നുണ്ട്. പാവം അച്ഛൻ ഇത്രയും കാലം വിശ്വസിച്ചൊക്കെ വെറുതെ ആയി പോയില്ലേ. ഞാനൊരാൾ ഈ പറയുന്ന കടപ്പാട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കാരണം മനുവേട്ടൻ അറിയാലോ. മനുശങ്കർ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കാം, എന്താ വേണ്ടെന്ന് ചോദിക്കാം. അല്ല, ഈ പറയുമെന്ന ബബിതയുടെയും രോഹിത്തിൻ്റെയൊക്കെ കാര്യം അറിയാലോ. ഇനിയിപ്പം ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അവർ മിക്കവാറും ആൻറ്റിയുടെ കൂടെ പോകുന്നു പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, പോവാണേ പോയിക്കോട്ടെ, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ല മനുവേട്ട. കാരണം ഈ പറയുന്ന ഭവിതേച്ചാണെങ്കിലും രോഹിത്താണെങ്കിലും 10 ദിവസത്തിൽ കൂടുതൽ അമ്മയുടെ അടുത്ത് പോയി നിൽക്കത്തില്ല. പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ. അമ്മയുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും അവർക്ക് ജീവിക്കാണ്ട് പറ്റത്തൊന്നുമില്ല. അതെനിക്ക് നന്നായിട്ടറിയാം, അച്ഛനും അറിയാവുന്ന കാര്യമാണ്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെ, അമ്മമാർക്ക് എപ്പോഴും അമ്മമാർ തന്നെ വേണം. പോരാത്തന്നെ ഭവിതയുടെ പ്രായമൊക്കെ മനുവേട്ടൻ അറിയാലോ. ആ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ഉണ്ടെങ്കിലും എന്നെ ഭവിത 7 അയലക്കത്തേക്ക് പോലും അടുപ്പിക്കില്ല. പക്ഷേ എങ്കിൽ അമ്മയാണെങ്കിൽ നോക്കി കണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറയണം. അമ്മയുണ്ടെങ്കിൽ അവൾക്കൊരു പേടി കാണുമായിരിക്കും. പക്ഷെ എന്നെ അത്രയ്ക്ക് പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. കൃഷ്ണമ്മോള് പറഞ്ഞു, അത് ചേച്ചി പറഞ്ഞ 100% ശരിയാ. ഈ ബബിത ചേച്ചി എപ്പോഴും നോക്കിയാലും ഫോണിനകത്താ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെട്ട് പറയുകയും ചെയ്യും. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മണിശങ്കർ പറഞ്ഞു, അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അവരടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? നിന്നോട് വെല്ലുവിളികളായിട്ട് അവർ വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നീ നിൻ്റെ അമ്മയുടെ മോളാന്ന് അറിയുവാണെങ്കിൽ നിനക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കഴിയാം. അല്ലെങ്കിൽ എത്ര കാലം നീ ഇവിടെ അടിച്ചു മാരി അതുപോലെ പാത്രം കഴിയുമെന്ന് ചോദിക്കാം. എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല മനുവേട്ട. എൻ്റെ അമ്മയ്ക്കും സഹോദരന്മാർക്കും അച്ഛനും ഒക്കെ വേണ്ടിയിട്ടല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ജീവൻ മേളിൽ ഞാൻ കൊടുത്തോളാം. എനിക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പം മനുശങ്കറിന് ആകെപ്പാടെ സങ്കടമായി. മനുശങ്കർ പറഞ്ഞു, ഞാനേ ബാലചന്ദ്രൻ അങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് കയറിയും കൂടെ പോയി. ആ സമയം അലീന അടുക്കളയിലേക്ക് പോയി. അപ്പോൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴിയാനുണ്ടായിരുന്നു. അങ്ങനെ കഴുകി വെക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞു. വേണ്ട, അല്ലെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് നീ എന്നോടൊപ്പം കുറേ സമയം കൂടിയില്ലേ, ഇനി നീ പോയി റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് ഞാൻ കട്ടിപ്പണിയും ചെയ്തില്ലോ. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇവിടെ ഇരിക്കാം, ചേച്ചി സംസാരിച്ചോളാം പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് മണിശങ്കർ ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ്. ഇനിയിപ്പം ആൻറ്റി അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ല അങ്കളെ. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും വീടെടുത്ത് മാറിയോ അല്ലെങ്കിൽ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകാനേ ചാൻസ് കൂടുതൽ. ബാലേന്ദ്രൻ പറഞ്ഞു, പോവുകയാണെ പോട്ടേടാ മനു, അവളുടെ കയ്യെ കാലി പിടിച്ച് ഞാൻ പോവോ?
കൊല്ലപ്പള്ളിക്ക് പോയാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഏതൊരു ഫ്ലാറ്റ് എടുത്ത് എവിടെയും താമസിച്ചാലും കുഴപ്പമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ, അത് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മണിശങ്കർ പറഞ്ഞു, അല്ലെങ്കിലേ ഒന്ന് ഓർത്ത് വയ്ക്കേ, ആൻറ്റിക്ക് ചിലപ്പോൾ സങ്കടവും ദേഷ്യമൊക്കെ കാണുമായിരിക്കും. ഓ അപ്പം എനിക്ക് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലേ? എനിക്കും മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മനു. ചില സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും മനുഷ്യങ്ങൾ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം അങ്കിളെ. അങ്കിളുടെ തുറുപ്പിച്ചിട്ട് അലീനയാണെന്നും എനിക്കറിയാം, അലീനയെ വെച്ച അങ്കിള് കളിക്കുന്നതെന്നും എനിക്കറിയാം. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം. ഞാനിത് അലീനയുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. അല്ല, കാര്യം എന്താണെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യുക, അങ്കിൾ ആൻറ്റിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറ. ആൻറ്റിയുടെ മോളാണ് അലീന എന്നുള്ളത്. ഒരു പക്ഷെ അവളും ആഗ്രഹിക്കുന്നില്ലേ വൈജി ആൻറ്റിയുടെ മോളാന്ന് അറിയപ്പെടാനായിട്ട്? അതിനേക്കാൾ ഉപരി അവൾക്ക് ഒരമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹം കാണത്തില്ലേ? ബാലേന്ദ്രൻ പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേ എങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല മനു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അലീനയ്ക്ക് ചിലപ്പോൾ ആഗ്രഹം കാണുമായിരിക്കും തന്നെ മോളേന്ന് വൈജ വിളിക്കണമെന്ന്. ആ ആഗ്രഹമൊക്കെ ഉണ്ട്, എനിക്കറിയാം, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അവൾ ആ കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, അലീന മോളാന്നുള്ള കാര്യം തിരിച്ചറിയണമെങ്കിൽ അവൾ മരണക്കിടക്കേ വെച്ച് അറിയുള്ളൂ. ആ സമയത്ത് മാത്രം അവൾ തിരിച്ചറിയുള്ളൂ അലീന തൻ്റെ മോളാന്നുള്ള കാര്യം. അല്ലെങ്കിൽ ശരിയാകത്തില്ല. അവൾക്ക് കുറെ പശ്ചാത്താപം ആ സമയത്ത് തോന്നുകയും ചെയ്യും. താൻ തൻ്റെ മോളെയാണല്ലോ ഇത്രയും കാലം ക്രൂശിച്ചതെന്ന്. അതായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ. കാരണം കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും സ്വന്തം മോളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അമ്മ. അത് കേട്ടത് മനുഷ്യൻ ചോദിച്ചു, ഇത്ര ക്രൂരമായ ശിക്ഷയൊക്കെ വേണം? വേണം മനു. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് ഞാൻ മനുഷ്യങ്കർ മനസ്സിലായി, അങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്. ഇനിയിപ്പോൾ അങ്കിളിനോട് തർക്കിച്ചിട്ട് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് മനുഷ്യങ്കർ പറഞ്ഞു, അല്ല, അലീനയുടെ വിഷമം കണ്ടിട്ട് ഞാൻ പറഞ്ഞ, അത് മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് ഇനിയെല്ലാം അങ്കിളിന് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്കിൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കും പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മനു, അറിയാലോ, ഞാനും പച്ചയൊരു മനുഷ്യനാ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. വൈജ സാധാരണ പോലെ ഒരു പെണ്ണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യണേ കുഴപ്പമില്ല. പക്ഷെ വൈജയുടെ അഹങ്കാരം നീ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴാണെങ്കിൽ അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. അവൾ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടും ഇപ്പോഴും അവൾ തോറ്റു തരാനായിട്ട് ഒരുക്കമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന്. അവൾ എന്നോട് പറഞ്ഞെന്താന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡിവോഴ്സ് വേണം പോലെ അവൾക്ക്. ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കണമെന്ന്. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. ഡിവോഴ്സെങ്കിൽ ഡിവോഴ്സ്, അങ്ങനെ ആട്ടെ എന്ന് വെച്ചു. അല്ല, നമ്മളെന്തിനാ ഇങ്ങനെ വെറുതെ ഡിവോഴ്സിന് പറഞ്ഞു കഴിയുമ്പോൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലോ. അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങോട്ട് നടക്കട്ടെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനുഷ്യൻ ചോദിച്ചു, അങ്ങളെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമാണോ? മക്കളെക്കുറിച്ച് ആലോചിച്ചോ എന്ന് ചോദിച്ചു. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന രോഹിത്തും ബബിതയും അവളോടൊപ്പം നിൽക്കത്തുള്ളൂ. അതെനിക്കറിയാവുന്ന കാര്യമാണ്. അവർ പോയിക്കോട്ടെ, 10 പകരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവരെന്തായാലും പഠിച്ചോളും. ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ കൃഷ്ണമോൾ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പിന്നെ ആ ലീന എനിക്കുണ്ടല്ലോ, എനിക്കത് മതി, കൂടുതലായിട്ട് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. മനുഷ്യങ്കന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടിഞ്ഞപ്പം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്. അതേ സമയത്ത് വൈജയന്തിയെ കാണാനായിട്ട് രാജീവന് ശിവശങ്കരന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് സംസാരിക്കണ സമയത്ത് രാജീവൻ ആ ഡിസ്ചാർജ് ബില്ലെല്ലാം ആ ടോട്ടൽ എമൗണ്ടിൻ്റെ ആ ബില്ലും കാര്യങ്ങളൊക്കെ കാണിക്കണേ. ഇത്ര നാളത്തെ ഹോസ്പിറ്റൽ ബില്ലാണ് 8 ലക്ഷത്തി സംതിങ് രൂപയുണ്ടത്. അങ്ങനെ അതങ്ങോട്ട് അവളുടെ വൈജയയുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, ഇതെന്തിനാ രാജീവ് എൻ്റെ തന്നേന്ന് ചോദിക്കുക. അതെ, ഇത്രയും രൂപയുണ്ട്, ഇത് ബാലേന്ദ്രൻ അടച്ച പൈസയാണ്. ഒന്നെങ്കിൽ നീ ബാലേന്ദ്രന് പൈസ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിലുണ്ടല്ലോ ബാലേന്ദ്രൻ താമസിക്കുന്ന വീട്ടിലേക്ക് കടപ്പാട്ട് വീട്ടിലേക്ക് പോകണം. അത് അയാൾ പറഞ്ഞേക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് പോകാനോ? ഒരിക്കലും ഇല്ല എന്ന് പറയാണ്. ആ സമയം ശിവശങ്കർ പറഞ്ഞു, നിനക്ക് പോയാൽ എന്താ പ്രശ്നം? നീ ബാലേന്ദ്രന്റെ ഭാര്യയല്ലേ, അപ്പം നിനക്ക് അവിടെ പോയാൽ എന്താ? നീയല്ലേ വേണ്ടേ ബാലേന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്? ദേ ശിവേട്ട, ഒരു കാര്യം ഞാൻ പറയാം, അത് മാത്രം എന്നോട് പറയരുത്. എനിക്ക് അങ്ങോട്ട് പോകാനും താല്പര്യമില്ല, അവിടെ നിൽക്കാനും താല്പര്യമില്ല. പറഞ്ഞ കേട്ടല്ലോ. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യണം, ഈ ബില്ല് അടയ്ക്കണമെന്ന് പറയണം. ബില്ല് അടയ്ക്കണം? അതെ, നീ തന്നെ ബില്ല് റീഫണ്ട് ചെയ്യേണ്ടി വരും, അതും ബാലേന്ദ്രന്. അല്ല, നീ അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിന്റെ ചികിത്സിച്ച പണം മൊത്തം അവന് തിരിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. അതെന്നെ ഒരു നല്ല കാര്യമല്ലേ? വെറുതെ എന്തിനാ വൈജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ? നീ ആ പൈസയും കൂടി തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. വൈജിക്ക് നല്ല കട്ടക്കരിപ്പൊക്കെ ആയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എഴുന്നേറ്റ് നിൽക്കാൻ പോലും നേരെ ചൊവ്വേ പറ്റത്തില്ലോ. പിന്നീട് രാജീവൻ പറഞ്ഞു, ഈ അഹങ്കാരമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ നീ ജീവിക്കാൻ നോക്ക്. ഇനി എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന കാര്യമില്ല. ബാലേന്ദ്രന്റെ ഭാഗത്ത് നീ തെറ്റ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ നിന്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ടല്ലോ. ബാലേന്ദ്രൻ ഒരു കുട്ടിയാണെന്ന് വെച്ചോണ്ട് നീ ഇത്രമാത്രം ദേഷ്യപ്പെടാനൊന്നുമില്ല. പിന്നെ അലീനയെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം.
അവൾ ആളും മിടിക്കുകയാണ്. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. എന്താണെങ്കിലും ബാലേന്ദ്രൻ അവളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം ബാലേന്ദ്രൻ്റെ മോള് തന്നെ അവളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജു പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഏറ്റെടുത്തെന്ന് പറഞ്ഞാലും ഇനി ഞാൻ അവളെ ആ വീട്ടിലെ അംഗമായിട്ട് കാണാൻ പോകുന്നില്ല. ബാലേന്ദ്രനെ ഏറ്റെടുത്താലും ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഏറ്റെടുക്കാൻ പറ്റുന്നവരൊക്കെ ഏറ്റെടുത്തു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, അല്ല ബാലേന്ദ്രനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ്റെ മോളല്ലേ, അപ്പം ഞങ്ങൾക്കും അവളെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. അംഗീകരിക്കുന്നവരൊക്കെ അംഗീകരിച്ചോ, പക്ഷെ എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന ശിവേട്ടനും രാജീവനും ഒക്കെ ഇപ്പം അയാളുടെ ഭക്ഷത്തല്ലേ ബാലേന്ദ്രൻ്റെ. നിങ്ങൾ കൂടിക്കോ, നിങ്ങൾക്ക് അതിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ വൈജയന്തിക്ക് എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. ഇത് കേട്ടപ്പം രാജീവനും ശിവശങ്കരനും ഒക്കെ ഒരു കാര്യം മനസ്സിലായി. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. പറഞ്ഞു വായ കഴിക്കുന്നതല്ലാതെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.